ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് കൈത്താക്കാലം 1-ാം ഞായർ. ഈശോയുടെ 12 സ്ലീഹന്മാരെ അനുസ്മരിച്ചുകൊണ്ടാണ് കൈത്താക്കാലം ആരംഭിക്കുന്നത്. കൈത്താക്കാലം എന്ന വാക്കിനർത്ഥം കൈത്ത, വേനൽ എന്നാണ്. വേനൽ എന്നതിനേക്കാൾ ഉപരി ഫലം ശേഖരിക്കുന്ന അല്ലെങ്കിൽ വിളവെടുപ്പ് നടത്തുന്ന ഒരു കാലം എന്നതിനോടനുസ്മരിച്ചാണ് കൈത്താക്കാലം എന്ന് നാം വിളിക്കുന്നത്. കഴിഞ്ഞുപോയ സ്ലീഹാക്കാലത്തെ അപ്പസ്തോലന്മാരുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടുള്ള വിളവെടുപ്പിൻ്റെ ഒരു കാലമായിട്ടാണ് കൈത്താക്കാലം നാം ആഘോഷിക്കുന്നത്. ഇന്ന് മത്തായി സ്ലീഹ നമുക്ക് തരുന്നതും ഏകദേശം ഈ ഒരു വിളവെടുപ്പിനോട് അനുബന്ധിച്ചുള്ള അല്ലെങ്കിൽ അതിനോട് ചേർന്ന് പോകുന്ന ഒരു സുവിശേഷ ഭാഗമാണ്. ഈശോ പലരെയും തിരഞ്ഞെടുക്കുന്നുണ്ട്. ദുർബലരെ, ചുങ്കക്കാരെ, തന്നെ ഒറ്റിക്കൊടുക്കാനിരിക്കുന്നവനെ, പാപികളെ എന്നിങ്ങനെ പല മേഖലകളിലുള്ളവരെ ഈശോ തിരഞ്ഞെടുക്കുന്നുണ്ട്. ഒരു വകഭേദവുമില്ലാതെ ഈശോ തിരഞ്ഞെടുക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? ക്രിസ്തുവിന് ആരെയും വിട്ടുകളയാനായിട്ട് താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. അങ്ങനെ നാം ഓരോരുത്തരെയും മാമോദീസായിലൂടെ അവൻ്റെ വേലയ്ക്ക് വേണ്ടി അവിടെ നിന്ന് വിളിച്ചിട്ടുണ്ട്. എന്തിനായിരിക്കും ക്രിസ്തു നാം ഓരോരുത്തരെയും വിളിച്ചിട്ടുണ്ടാവുക? അവിടുത്തെ അടുത്തറിയാനും അവിടുത്തോടുകൂടി ആയിരിക്കുവാനും അവനെ അറിഞ്ഞതിന് ശേഷം അവനെ ലോകമെമ്പാടും ബാക്കിയുള്ളവർക്ക് അറിയാത്തവരിലേക്ക് അവനെ കൊണ്ടെത്തിക്കുവാനും വേണ്ടി. 2 തരം വിളികളാണുള്ളത്. അറിഞ്ഞ ക്രിസ്തുവിനെ നമ്മിലേക്ക് പകർന്നു നൽകാനായിട്ട് നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്നവർ. നാം അറിഞ്ഞ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് നൽകാനായിട്ട് നാം അയക്കപ്പെടുന്നു. പലപ്പോഴും നമ്മിലേക്ക് ക്രിസ്തുവിനെ നൽകാനായിട്ട് വൈദികരുടെ രൂപത്തിലോ, സന്യസ്തരുടെ രൂപത്തിലോ, മാതാപിതാക്കളുടെ രൂപത്തിലോ, ഗുരുഭൂതരുടെ രൂപത്തിലോ പലരും നമ്മളുടെ ഇടയിലേക്ക് കടന്നു വരുന്നു, സുവിശേഷം പ്രഘോഷിക്കുന്നു, ക്രിസ്തുവിനെ നമുക്ക് പകർന്നു നൽകുന്നു. ആ പകർന്നു തന്ന ക്രിസ്തുവിനെ എത്രത്തോളം നാം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നു, അല്ലെങ്കിൽ എത്രത്തോളം നാം ജീവിച്ച, നാം അനുഭവിച്ച ക്രിസ്തുവിനെ നാം പകർന്നു നൽകുന്നു എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. എത്രത്തോളം പേർ ആ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്നുണ്ടെന്ന്. പരിചരണം ലഭിക്കാതെ ഫലം നൽകാതെ പോയ വൃക്ഷത്തേക്കാൾ ഒത്തിരിയേറെ പരിചരണം ലഭിച്ചിട്ടും ഫലം നൽകാതെ പോയ വൃക്ഷത്തിൻ്റെ പതനം വലുതായിരിക്കുമെന്നാണ്. ഒരു നിമിഷം ചിന്തിച്ചു നോക്കാം. തീക്കട്ട പൊള്ളുമെന്നറിയാതെ അതിനെ സ്പർശിക്കുന്നവരോട് നമുക്ക് സഹതാപം തോന്നും. മറിച്ച് തീക്കട്ട പൊള്ളുമെന്നറിഞ്ഞിട്ടും അതേ തൊട്ടു നോക്കുന്നവനോട് നമുക്ക് എന്ത് വികാരമാണ് ഉണ്ടാവുക? ഒരിക്കലും സഹതാപമല്ല. ഇന്നത്തെ സുവിശേഷം സാക്ഷ്യം വഹിക്കുന്നതും അത് തന്നെയാണ്. ക്രിസ്തുവിനെ അറിഞ്ഞ നിന്റെ പതനം സോദോം ഗൊമോറയേക്കാൾ വലുതായിരിക്കുമെന്ന്. ഒരു നിമിഷം ചിന്തിച്ചു നോക്കാം. നമുക്ക് നൽകപ്പെട്ട ക്രിസ്തുവിനെ, നാം അനുഭവിച്ചറിഞ്ഞ ക്രിസ്തുവിനെ നാം എത്ര പേർക്ക് പകർന്നു കൊടുക്കുന്നുണ്ടെന്ന്. ക്രിസ്തുവിനെ അറിഞ്ഞിട്ടും പകർന്നു കൊടുക്കാതിരിക്കുമ്പോൾ നമ്മുടെ പതനം എത്രത്തോളം വലുതാണെന്ന് നാം ഒന്ന് ചിന്തിച്ചു നോക്കേണ്ടതാണ്. അറിഞ്ഞ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, ആഗ്രഹിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.